കാര്യം മാത്രം ഞാനിപ്പോൾ സ്ട്രെസ് ചെയ്ത് പറയുന്നു. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്താ? നേരത്തെ നമ്മൾ ശ്രീ പുഷ്പൻ പറഞ്ഞു ഏറ്റവും പ്രധാനം, ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണെന്ന് പറഞ്ഞു. ഈ ആരോഗ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാരണം എന്താ? എന്തോ? കറക്റ്റ്. പ്രണവവേദം മോശമല്ല. മനസ്സിന്റെ സന്തോഷം ഏറ്റവും പ്രധാനം അതാണ്. മനസ്സ് പോസിറ്റീവാണോ? പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടോ? മനസ്സ് ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ? അവിടെ അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാരാന്ന് അറിയാം? ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാരാ? കേരളീയര്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ നമ്മൾ തോണി ഇറക്കും അല്ലേ? ഇതാണ് കൺസെപ്റ്റ്. കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. പോസിറ്റീവ് മെന്റാലിറ്റിയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനം. അതായത് കർക്കിടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിപ്പാണ്. പൊന്നും ചിങ്ങമാസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതിനു വേണ്ടി രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ആരോഗ്യം ഓക്കെയാണ്. എനിക്ക് വിശ്വാസമില്ല. അതങ്ങോട്ട് മുരിങ്ങയുടെ കാര്യം. മുരിങ്ങയില ശരിക്ക് കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്നാണ്. മുരിങ്ങയില വളരെ നല്ല സാധനമാണ്, വളരെ പോഷക ഗുണമുള്ളതാണ്, പോഷക അധികമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇവൻ ശരിക്കും നന്നായിട്ട് പോഷകം കഴിക്കുന്ന സമയം ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. കക്കും ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഈ സാധനം ആ സമയത്ത് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കഴിച്ചാൽ വയറിളകും മാത്രമേ ഉള്ളൂ. വേറെ വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തിനാ ആവശ്യമില്ലാതെ കഴിക്കണേ? ഇത് പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ആചാരപരമായിട്ടൊരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കുന്നുണ്ട്. ഈ കർക്കിടക മാസത്തിൽ മുരിങ്ങയില പൊട്ടിച്ചാൽ പാർവതിയുടെ കാലി പൊട്ടിക്കുന്നതിന് തുല്യമാണ്. ചെന്തമോ ആ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടാണെന്നറിയോ? അത്രയും പേടിപ്പിക്കണം. നീ ഇങ്ങനെ വളരെ ഗുരുതരമായ കാര്യമായി ചെയ്യുന്നത്. കാരണം ഈ മുരിങ്ങയില പോഷണം സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവൻ്റെ ഇല പൊട്ടിച്ചാൽ ചെടികൾക്ക് ജീവനുണ്ട്. അത് പേടിക്കും. കാരണം ഇവർ നമുക്ക് അറിഞ്ഞു തരുന്നതാണ്. അല്ലാതെ ഞാൻ ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അയ്യോ ഇവൻ വന്ന് എന്നെ പൊട്ടിച്ചേ, പേടിക്കും. അടുത്ത തവണ നമുക്ക് കായ്ക്കില്ല. കർക്കിടക മാസത്തിൽ മുരിങ്ങയില പൊട്ടിച്ചാൽ പിറ്റത്തവണ കായ്ക്കലുണ്ടാവില്ല. ശ്രദ്ധിച്ചോളൂ. അത്തരം സംഗതികൾ ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കാരണം നഷ്ടം വരുന്നത് പാർവതിക്കല്ല, നിങ്ങൾക്ക് തന്നെ. പാർവതിയുടെ താല്യം വേണം. നമുക്ക് തന്നെയാണ് അടുത്ത തവണ മുരിങ്ങക്കായ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടത് ചെയ്യുന്നതാണ്. എന്നിട്ടോ ഇത് പൊട്ടിച്ച് കഴിച്ചാലോ വയറിളക്കം പിടിക്കുകയും ചെയ്യും. ഇത്ര പരിപാടിക്ക് പോകണം. ഇതുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ആചാരങ്ങൾക്കൊക്കെ ചില കൺസെപ്റ്റുകളുണ്ട്. അത് നമുക്ക് തന്നെ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ദേവിക്ക് ഇപ്പോൾ ഇത് കിട്ടിയാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. ഇവിടുന്ന് മുരിങ്ങയില പൊട്ടിച്ചാൽ അവർക്കൊന്നും പറ്റാൻ പോകുന്നു. പക്ഷെ നമുക്ക് പറ്റും. അത് ഓർത്തോളാം. പിന്നെ നമ്മൾ സാധാരണ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് കർക്കിടക മാസം ആകുമ്പോഴത്തേനും അത് അധികരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഇളകാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉലുവ ഉപയോഗിച്ചാൽ നമുക്കുള്ള അസുഖം മൂർച്ഛിക്കുന്നു. ഇങ്ങനെ ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഇളതാകുന്നു. കറക്റ്റാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അഗ്നി മന്ദിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇത് തന്നെയാണ് ഈ പറഞ്ഞത്. ശരീരം ഇളതാകുന്ന പറഞ്ഞാൽ സെൽ ഡൈജഷനും ശരീരത്തിൽ ഡൈജഷനും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് ഇളതായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതായത് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. കർക്കിടകക്കഞ്ഞി പോലും സൂക്ഷിച്ച് കഴിക്കണം. എല്ലാവരും ഒരുപോലെ കിറ്റ് മേടിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റയടിക്ക് വെച്ച് ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഒരാളുടെ വയറല്ല വേറൊരാളുടെ വയറ്. ഒരാളുടെ വയർക്ക് പറ്റിയ സാധനം എന്താണ് അത് അവനവൻ്റെ അമ്മയ്ക്കറിയാം. ഈ വീടുകളിൽ വെച്ചിരുന്നതാണ് പണ്ട്. അത് തെറ്റല്ല. ആ അമ്മയ്ക്കറിയാം നമ്മുടെ മക്കളുടെ വയറെത്രയുണ്ട്, അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാം, എന്തൊക്കെ നമുക്ക് ചെയ്യണം. അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം അവർ രൂപീകരിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. ആ ഒരു ഏരിയയിൽ നല്ലതാണ്. അവരത് തുടർന്ന് പോയിട്ടുണ്ടാകും. ഇപ്പോഴത്തെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വരിക്കാവുന്ന തന്നെ സ്ഥിരമായിട്ട് ജനിച്ച് വളർന്ന എത്ര പേരുണ്ട് ഇവിടെ? വന്ന് താമസിക്കുന്ന കുറേ പേരുണ്ടാവും. ജനിക്കുന്നവർ കുറേ പേരുണ്ടാവും. നമ്മൾ ഇവിടെ ഒരു കാഴ്ചപ്പാട് നമ്മളിവിടെ ഈ ഒരു കാലത്തിനും ഇവിടുത്തെ ഒരു രീതിക്കും നമ്മുടെ ശരീരത്തിനും പറ്റിയ ഒരു കൂട്ടിൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചു. ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കി വെച്ചു. ഇത് വരുന്നവരെല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ മാസം വന്ന് ജീവിക്കുന്നവരുണ്ട്. അവരത് കഴിച്ചാൽ ശരിയാവുമോ? പറ്റില്ല. പക്ഷെ ഒരു 10 കൊല്ലം കഴിയട്ടെ, അവരിവിടുത്തെ ആളായി മാറട്ടെ, അപ്പം അത് ഓക്കെ.
അതുകൊണ്ട് തന്നെ കർക്കിടക കഞ്ഞി കിറ്റ് വിതരണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഡിസ്പെൻസറി നടത്തിയിട്ടില്ല ഇതുവരെ, ഞാനത് അനുവദിക്കുകയില്ല. എല്ലാവർക്കും ഒരുപോലെ കർക്കിടക കഞ്ഞി കൊടുക്കുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല. അവരുടെ വീടുകൾ നിങ്ങൾ വയ്ക്കുന്നുണ്ടോ? കഴിച്ചോളൂ, പറ്റുള്ളൂ, നല്ലതുമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇളതാവുന്ന അവസ്ഥ, ഉലുവ അതുപോലെ സാധനം എന്താണെങ്കിലും ദഹിക്കുമോ? ഒരു ദോഷം. ദഹനം നമുക്ക് വയറിന് എനിക്ക് ഇത്രയും വേണമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ വിശപ്പും പകുതി വിശപ്പിനെ കഴിക്കാവുള്ളൂ. പകുതി വിശപ്പ് ഇത്രയും കഴിച്ചോളൂ, ഒരു ചുക്കൂല കഴിച്ചാൽ ദഹിച്ച് പോയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഉലുവയും കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ലിമിറ്റഡ് ആയിരിക്കണം. അനാവശ്യമായിട്ട് മരുന്നുകൾ ഒന്നും തന്നെ കഴിക്കരുത്, ഒരു മരുന്നും കഴിക്കരുത് ഞാൻ പറയും. ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും അനാവശ്യമായിട്ട് ഒരു മരുന്നും കഴിക്കരുത്. അത് ക്ലിയർ ആയി. ഡോക്ടറെ കൊച്ചിന് വീണ്ടും വന്നു. അയ്യോ എന്ത് പറ്റി? അത് ഒന്നും പറ്റിയില്ല, ഒന്നും ചെയ്തില്ല, ഒറ്റ കുഴപ്പമുണ്ടായില്ല അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ എനിക്കൊരു പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ അവരുടെ പിന്നാലെ പോകും മനസ്സുകൊണ്ട്. ഇവരെവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ ഭരിച്ചു ചോദിച്ചു വരുമ്പോഴത്തേക്കും എന്ന് മുതലാണ്ട് ഇത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ആ ടൂർ ഉണ്ടായിരുന്നല്ലേ? ടൂർ മൂവാറ്റുപുഴയിലൊരു കല്യാണം. എന്തായിരുന്നു പരിപാടി? അത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കല്യാണത്തിന് പോയതാണ്. ശരി, ഓക്കെ. അവിടെ ചെന്നിട്ട് എന്തായിരുന്നു? അവിടെ നോൺ വെജൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഉണ്ട്, ഐസ്ക്രീം ഉണ്ടായിരുന്നു. കുട്ടിക്ക് കൊടുത്തു. അത് പിന്നെ കൊച്ചു വഴക്കിട്ടോ. പക്ഷെ എന്നല്ലേ കൊച്ചിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പണി കിട്ടി. നിങ്ങൾ വീണ്ടും തുടങ്ങി വിരുദ്ധാഹാരമാണ്. ഇത് ഫിഷ് കറി മീൽസ് കഴിക്കും, പുറകെ പായസം കുടിക്കും. ഹോട്ടലിൽ കല്യാണം വിട്ടു സാറേ, ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഫിഷ് കറി മീൽസ് കഴിച്ചിട്ട് തൊട്ട് പുറകെ അവർ പായസം കൊണ്ട് വയ്ക്കും. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇത് കഴിച്ചാൽ മതി, ഒരു ഒറ്റ സംഗതി കഴിച്ചാൽ ഒരൊറ്റ മീൽസ് കൊണ്ട് ആളെ ഇടപാട് കഴിയും. പലപ്പോഴും എനിക്കറിയാം പല കേസുകളും ഒരൊറ്റ വട കഴിച്ചിട്ട് വഷളാകുന്ന കേസുകളുണ്ട്. അത് നമ്മൾ ചോദിച്ചു ചെല്ലുമ്പോൾ അറിയാം ഡോക്ടറെ അസുഖം മാറുന്നില്ല. ശരി, നിങ്ങളുടെ ജോലി എന്താ? ഞാനേ ഇത് നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ, അവരുടെ അടുത്ത് സംഗതി പിടിക്കാൻ. ഇവരുടെ ജനങ്ങൾ വിചാരിക്കുന്നത് ഈ ഡോക്ടർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഡോക്ടർ എൻ്റെ വീട്ടുകാരികളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഡോക്ടർ ഞാൻ കല്യാണത്തിന് പോയ കാര്യം പോലും അന്വേഷിക്കുന്നു. ഇങ്ങനെ എന്താ നമ്മളിവിടുന്ന് സ്പൈവർക്ക് നടത്തിക്കൊണ്ടിരിക്കുക, ഇവരെന്തായി ഉടായ്പ കാണിക്കുന്നു. അപ്പോഴാണ് ഇതിനകത്ത് ഓരോന്ന് കിട്ടുന്നത്. ഇങ്ങനെ വിരുദ്ധാഹാരങ്ങളെ പിടിക്കാൻ തുടങ്ങും. അപ്പൊ പറയും ഇനി മേലാൽ ഡോക്ടറെ ഞങ്ങളെ ജോലിക്ക് പോകുമ്പോ അപ്പം ശരി, അപ്പം നിങ്ങൾക്ക് റെസ്റ്റ് ഒന്നുമില്ല? ഉണ്ട്, വൈകിട്ട് റെസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് കഴിക്കണേ? ഇത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് എന്ത് മേടിച്ചോണ്ടിരും? ഈ ഡോക്ടർ എന്ത് മിടുക്കനാ, ഞങ്ങളുടെ കാര്യം എത്ര കാര്യമാണ്. അത് വട, വടയാണല്ലേ? എന്ത് വടയാണ്? അത് ഉഴുന്ന് വട പരിപ്പോണം. നിർത്തിക്കോ, വെറുതെ അല്ല നിങ്ങൾക്ക് ഇത് മാറാത്തത്. ഇത്തരം സംഗതികൾ, ഈ വിരുദ്ധാഹാരങ്ങൾ, അത് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട ഒരു സ്ഥലം, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആരും ശ്രദ്ധിക്കാത്തതും അതേസമയം വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. നമ്മൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് പച്ചവെള്ളം ചൂടുവെള്ളം ഒരുമിച്ച് കഴിക്കേണ്ടതാണ്. പല കാര്യങ്ങളും വിരുദ്ധാഹാരം പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ടത് തന്നെ. പാലും പഴവും വിരുദ്ധമാണ്, അറിയോ? പാലും പഴവും വിരുദ്ധം, അതറിയോ? കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിൽ ചടങ്ങിന് അവസാനം പാലും പഴം ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാവരും കൊടുക്കും അല്ലേ? പാല് കൊടുക്കും, പഴം കൊടുക്കും. ഇതെന്താ സംഭവം അറിയാമോ? 2 കുടുംബങ്ങളെ തമ്മിൽ ചേർന്ന് ഒരു തരത്തിലും ചേരാത്ത സാധനം ഇവരെ വളരെ ചുരുങ്ങിയ തോതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ ചെയ്തു പരിചയപ്പെടുത്തുക. നല്ലോണം കഴിച്ച പണിയാണ്. പക്ഷേ പാലും പഴം കുറച്ച് കൊടുക്കും. 1 സ്പൂൺ പാല്, ഒരു നുറുക്ക് പഴം, ദോഷം വരില്ല. ഇതവരെ പരിചയപ്പെടുത്തുകയാണ്. ഇതാ കൺസെപ്റ്റാണ്. വിരുദ്ധാഹാരങ്ങൾ തമ്മിൽ ചേർക്കുന്ന ഒരു കൺസെപ്റ്റാണ്. കാരണം 2 കുടുംബങ്ങൾ, 2 വ്യക്തികൾ, 2 ഐഡന്റിറ്റീസാണ്. ഇവർ തമ്മിൽ ചേരുമ്പോൾ സ്പാർക്ക് ഉണ്ടായേ തീരൂ. സ്പാർക്ക് ഉണ്ടായാലേ അവിടെ കൂടി പിടിക്കുള്ളൂ. വഴക്കുണ്ടാവണം എന്നിട്ടത് കൂടിച്ചേരണം. ചേർക്കാൻ വരുന്നതാണ് കുഞ്ഞുങ്ങൾ, അത് വേറെ വശം. അതിനെ ആയിക്കോളും. ഇതൊരു സംസ്കാരമാണ്, നമ്മൾ ചില കാഴ്ചപ്പാടുകളാണ്. ഇത് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്തരം തരംതിരിവുകളൊക്കെ അങ്ങ് മാറും. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളും. ഇതെന്താണെന്ന് അന്വേഷിക്കാത്തതുകൊണ്ടുള്ള തകരാറായത്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ആദ്യമേ കാണുമ്പോഴും വിരോധം വരുന്നത്. ഇതാണ് മലയാളികളുടെ ഇപ്പോഴത്തെ തകരാറ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളിയായിരുന്നു ഏറ്റവും നല്ല കേരളം, ഹെൽത്തിൻ്റെ കേരള മാതൃക എന്ന് പറഞ്ഞു. അതായത്
ആരോഗ്യത്തിന്റെ കേരള മാതൃക എന്ന് പറഞ്ഞ് ലോകമൊട്ടാകും വരുന്ന സാധനം ഇതാണ്. അല്ലാതെ ഹോസ്പിറ്റൽസ് കിട്ടിയതല്ല, ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്നതല്ല, ഇഷ്ടംപോലെ ഡോക്ടർമാരുള്ളതല്ല കേരളത്തിന്റെ ആരോഗ്യ മാതൃക. ഈ പോസിറ്റീവ് മെന്റാലിറ്റിയാണ് കേരളത്തിന്റെ ആരോഗ്യ മാതൃക. അതില്ലാണ്ടായതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ വിരോധം, മനസ്സിൽ വിരോധമാണ്. ഒരുത്തർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആചാരം മൊത്തം തെറ്റും. ആ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പാടില്ല, നിങ്ങൾ എന്തായി ചെയ്യണേ, ഇതിൻ്റെയൊക്കെ കാര്യം എന്താ? അയ്യോ അതെനിക്കറിയില്ല, അതെങ്ങനെ ചെയ്യുന്നു, ഇവർക്കൊന്നും അറിയില്ല. എന്നാൽ വേറൊരാളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പാലും പഴം കൊടുക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിനകത്തെ കാര്യം? അത് ചുമ്മാ കൊടുക്കുന്ന ആചാരം. ഈ ആചാരത്തിലുള്ള എന്തെങ്കിലും കാര്യം കാണണമല്ലോ, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ അന്വേഷിച്ചറിയണം. അറിയുമ്പം തോറും നമുക്ക് അതിനൊക്കെ അടുപ്പം തോന്നും. പ്രണവവേദം ചെയ്യുന്ന അതാണ്. ഇതിനകത്തെ കൺസെപ്റ്റുകളെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മളിവിടെ നടത്തുന്നത്. ശരിക്കും എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോരോ ചിന്തകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സന്തോഷം അയച്ചു കൊടുത്ത ഒരു ഇതുണ്ട്, എന്നോട് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം.